നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. നടൻ കലാഭവൻ നവാസിന് അന്ത്യാഞ്ജലി. ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ ഇന്നലെ മരിച്ച നിലയിൽ കണ്ടെത്തിയ നവാസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ആലുവ ചൂണ്ടിയിലുള്ള വീട്ടിലേക്ക് കൊണ്ടുവരും. ഇവിടെ ബന്ധുക്കൾക്ക് മാത്രം അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സൗകര്യമൊരുക്കും. 4 മണിയോടെ ആലുവ സെൻട്രൽ ജുമാ മസ്ജിദിലേക്ക് മൃതശരീരം എത്തിക്കും. തുടർന്ന് 5 മണിയോടെ സെൻട്രൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കാരം നടത്തും. ഇന്നലെ രാത്രിയാണ് ചോറ്റാനിക്കരയിലെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് ഹോട്ടൽ മുറിയിലെത്തിയ നവാസിനെ മരിച്ച നിലയിൽ കാണുന്നത്. ഹോട്ടൽ മുറിയിൽ നിന്ന് മിനിറ്റുകൾക്കുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒരിടവേളയ്ക്ക് ശേഷം അദ്ദേഹം സിനിമയിൽ വീണ്ടും സജീവമാകുന്നതിനിടെയാണ് അപ്രതീക്ഷിത വിയോഗം. അഭിനേതാവ് അബൂബക്കറിന്റെ മകനാണ് നവാസ്. നടി രഹനയാണ് ഭാര്യ. മലയാളിയെ എന്നും ചിരിപ്പിച്ച അതുല്യ കലാകാരനാണ് വിടവാങ്ങിയത്. നവാസിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് പ്രേക്ഷകരും സിനിമാ ലോകവും. സീരിയൽ, സിനിമ, സ്റ്റേജ് ഷോകൾ തുടങ്ങി മലയാളികളെ കുടുകുടാ ചിരിപ്പിച്ച് ഒടുവിൽ കണ്ണീരിലാഴ്ത്തിയ അതുല്യ കലാകാരനാണ് കലാഭവൻ നവാസ്. കലാഭവനിലൂടെ മിമിക്രി രംഗത്തേക്ക് കടന്നുവന്ന നവാസ് വൈകാതെ നടനും ഗായകനുമെന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഒരു കാലത്ത് സ്പോർട് കോമഡിയിലൂടെ സ്റ്റേജ് ഷോകളെ ഇളക്കിമറിച്ചും നവാസ് കയ്യടി നേടി. കൂട്ടുകാരത്തുള്ള ഉല്ലാസവേളയിൽ ശബ്ദാനുകരണം നടത്തിയാണ് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി സ്വദേശിയായ നവാസ് മിമിക്രി ലോകത്തേക്ക് കടന്നുവന്നത്. നാട്ടിലെ യുവജനമേളയിൽ മിമിക്രിയിൽ സ്ഥിരം 1ാം സ്ഥാനം നേടിയിരുന്ന ആളെ നടി ഫിലോമിനയുടെ ശബ്ദം അനുകരിച്ച് 2ാം സ്ഥാനത്താക്കി നവാസ് ചിരിമുറ്റത്ത് ഇരിപ്പുറപ്പിച്ചു. KS പ്രസാദിന്റെ കൈപിടിച്ച് ചിരിയുടെ സർവകലാശാലയായ കലാഭവനിലേക്ക് കടന്നു. ആബേലച്ചന്റെ പിന്തുണ നവാസിനെ കലാഭവന്റെ സ്റ്റേജുകളിൽ നിത്യസാന്നിധ്യമാക്കി. കുന്നംകുളത്തെ സ്റ്റേജിൽ നിന്നാണ് തുടക്കം. പാടാനുള്ള കഴിവ് ശബ്ദാനുകരണത്തിൽ സമന്വയിപ്പിച്ചതോടെ താരങ്ങൾ നവാസിലൂടെ ഗായകരായി. നാടക ചലച്ചിത്ര നടനായിരുന്ന അബൂബക്കറിന്റെ മകന് അഭിനയിക്കാനുള്ള കഴിവ് ജന്മസിദ്ധമായിരുന്നു. ടെലിവിഷൻ ഷോകളിലൂടെ മലയാളിയുടെ വീടുകളിൽ സുപരിചിതനായി മാറിയ നവാസ് 1995-ൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തി. മാട്ടുപെട്ടി മച്ചാൻ, തില്ലാന തില്ലാന, മായാജാലം, ജൂനിയർ മാൻഡ്രേക്ക്, മൈ ഡിയർ കരടി, ചട്ടമ്പിനാട്, ചക്കരമുത്ത്, മേരാ നാം ഷാജി തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടു. അഭിനയിച്ചതിലേറെയും ഹാസ്യകഥാപാത്രങ്ങൾ. നവാസിനെ മലയാള സിനിമ വേണ്ടവിധം ഉപയോഗിച്ചില്ലെന്ന് തോന്നിപ്പിക്കും വിധമുള്ള പ്രകടനമാണ് ഈ വർഷം പുറത്തിറങ്ങിയ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനിൽ കണ്ടത്. ടെലിവിഷൻ കോമഡി പരിപാടികളിൽ ജഡ്ജസിന്റെ റോഡിലെത്തിയിരുന്ന നവാസ് അവിടെയും പ്രേക്ഷകനെ കയ്യിലെടുത്തു. സഹോദരൻ നിയാസ് ബക്കറിനൊപ്പം ആരംഭിച്ച കൊച്ചിൻ ആർട്സ് മിമിക്രി ട്രൂപ്പിലൂടെ സ്റ്റേജ് ഷോകളിൽ സജീവ സാന്നിധ്യമായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. മഹാനായ നെഹ്റുജിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് ഗൗരവമുള്ള കഥാപാത്രങ്ങളിലൂടെ സിനിമയിലേക്ക് മടങ്ങിവരാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് നവാസിന്റെ അപ്രതീക്ഷിത വിയോഗം. ഗുരുവായൂരിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം സൂക്ഷിച്ചിരുന്ന ഹോട്ടൽ ആരോഗ്യ വിഭാഗം അടപ്പിച്ചു. പഞ്ചാരമുക്കിലെ സ്നാക്സ് ഹോട്ട് ഗ്രിൽ ഹൗസ് ഹോട്ടലാണ് അടപ്പിച്ചത്. ഹംദി കുഴിമന്തി, ഓപ്പർഷ റെസ്റ്റോറന്റ് എന്നീ ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകി. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ ആരോഗ്യ വിഭാഗം 16ഓളം സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. വൃത്തിഹീനമായ സാഹചര്യത്തിലുള്ള മന്തി, ചിക്കൻ, ബീഫ്, കക്കയിറച്ചി, ബിരിയാണി റൈസ് എന്നീ ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടെടുത്തു. സ്ക്വാഡ് ലീഡർ KC അശോക്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഹർഷിത്, ഹനീസ്, സിബി പ്രവീൺ, സുരേഷ് കുമാർ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. കുട്ടികളെ കേൾക്കാൻ രക്ഷിതാക്കൾ സമയം കണ്ടെത്തുക എന്നതാണ് ഈ കാലഘട്ടത്തിലെ പേരന്റിംഗിൽ പ്രധാനമെന്ന് മുരളി പെരുന്നിലി MLA. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സഹകരണത്തോടെ അറിയാമോ നമ്മുടെ കുട്ടികളെ, രക്ഷാകർതൃത്വം, സാമൂഹ്യ ഉത്തരവാദിത്വം എന്ന ശീർഷകത്തിൽ സംഘടിപ്പിച്ച പേരന്റിംഗ് ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവരിലേക്ക് നമുക്ക് ഗുണകരമായ കാര്യം എത്തിക്കുക എന്ന് വേണം
ഇത്തരമൊരു സംവിധാനത്തെയാണ് ഈ മൂന്നാമത് പറയുന്നത് പെർമിസീവ് പാരന്റിങ് എന്നുള്ളതാണ്. അത് മാതാപിതാക്കളുടെ സുഹൃത്തുക്കളെ പോലെ തന്നെ, മക്കളോട് സുഹൃത്തുക്കളെ പോലെ തന്നെ പെരുമാറണം. അത് കൂടുതൽ കുട്ടികൾക്ക് സൗഹാർദ്ദപരമാകും, ഗുണകരമാകും എന്ന കാര്യം തർക്കമില്ലാത്തൊരു കാര്യമാണ്. കുട്ടികളുടെ അഭിപ്രായങ്ങൾക്ക് കൂടി പരിഗണന നൽകുന്നതിന് രക്ഷിതാക്കൾ തയ്യാറാകണം. ആദ്യകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി അഭിപ്രായങ്ങൾ പറയാൻ കുട്ടികൾ മുന്നോട്ടു വരുന്നു എന്നത് കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. അമിതമായ അച്ചടക്കത്തോടെ വളർത്തുമ്പോഴാണ് കുട്ടികൾക്ക് വേലിക്കെട്ടുകൾക്കുള്ളിൽ നിന്ന് പുറത്തു കടക്കാനും തെറ്റായ വഴികളിലേക്ക് തിരിയുന്നതിനും പ്രേരണ ഉണ്ടാകുന്നത്. മാതാപിതാക്കളുടെ തിരക്കുകൾക്കിടയിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ പോകുന്നതും കുട്ടികൾ വഴിതെറ്റുന്നതിലേക്ക് നയിക്കുന്നുണ്ടെന്ന് MLA കൂട്ടിച്ചേർത്തു. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ശില്പശാലയിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് ബിനു, പഞ്ചായത്ത് അംഗങ്ങളായ നാൻസി ആന്റണി, KT ബാലകൃഷ്ണൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഭാരവാഹികളായ PK രാജൻ മാസ്റ്റർ, KA രവിചന്ദർ, ഡോക്ടർ ബ്രിനേഷ്, MK സോമൻ, വത്സൻ പാറന്നൂർ, നിർവഹണ ഉദ്യോഗസ്ഥ ഷീജ ജോസ്, സ്കൂൾ പ്രധാനാധ്യാപിക PB സജിത എന്നിവർ സംസാരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറും ആരോഗ്യ വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ഡോക്ടർ KG രാധാകൃഷ്ണൻ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം മുൻ സംസ്ഥാന കോർഡിനേറ്റർ C മധുസൂദനൻ എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ 9 പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർ, PTA, MPTA ഭാരവാഹികൾ, ജനപ്രതിനിധികൾ അടക്കമുള്ള സാമൂഹ്യ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത്. അടുത്ത ഘട്ടത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ അങ്കണവാടികളിലെയും സ്കൂളുകളിലെയും മുഴുവൻ രക്ഷാകർത്താക്കൾക്കും പരിശീലനം നൽകുന്നതിനാണ് തീരുമാനം. CCTVയുടെ CTech അക്കാദമിയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ, ബ്രോഡ്ബാൻഡ് ടെക്നീഷ്യൻ എന്നീ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 7356353543 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഡ്രൈഡേയിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയയാളെ കുന്നംകുളം എക്സൈസ് സംഘം പിടികൂടി. മദ്യശാലകൾ അവധിയായ ദിവസം അനധികൃത മദ്യവിൽപ്പന നടത്തിയ വെള്ളിത്തുരുത്തി കോലാട്ട് വീട്ടിൽ 48 വയസ്സുള്ള ഹരിദാസനെയാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം പിടികൂടിയത്. മേഖലയിൽ അനധികൃത മദ്യവിൽപ്പന നടത്തുന്നുണ്ടെന്ന് എക്സൈസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. പരിശോധനയിൽ 7 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പ്രതിയിൽ നിന്ന് പിടികൂടിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് വരും ദിവസങ്ങളിലും മേഖലയിൽ പരിശോധന ശക്തമാക്കുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വൈദ്യപരിശോധനയ്ക്കു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഫൽഗുണൻ, സുനിൽദാസ്, സിവിൽ എക്സൈസ് ഓഫീസർ ഗണേശൻ പിള്ള, മനോജ്, ജിതിൻ, സതീഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. എയ്യാൽ ശ്രീകാർത്തിയായനി ദുർഗാഭഗവതി ക്ഷേത്രത്തിൽ പ്രത്യക്ഷ ഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. വിശേഷാൽ പൂജകൾക്കു ശേഷം നടപ്പുരയിൽ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി കൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് തിരുവനന്തപുരം ഉമാദേവിക്ക് ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. ഭക്തജനങ്ങളും ആനയൂട്ട് നടത്തി. ഉമാദേവിക്ക് പുറമെ പീച്ചിയിൽ രാജീവ്, പുതുശ്ശേരി വിജയൻ, വളക്കാടൻ കുട്ടിക്കൃഷ്ണൻ എന്നീ കൊമ്പന്മാർ ഊട്ടിൽ പങ്കെടുത്തു. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് AV ബാലൻ, സെക്രട്ടറി TR രബീഷ്, ഖജാൻജി ദിലീപ് കുമാർ കാമ്പുറത്ത് തുടങ്ങിയ ഭരണസമിതി അംഗങ്ങൾ നേതൃത്വം നൽകി. വിദ്യാഭ്യാസ വകുപ്പിന്റെ മാതൃകാ പദ്ധതിയായ സൂംബ ഡാൻസിന് ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. മാനേജർ ഉണ്ണികൃഷ്ണൻ MU അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ MB പ്രമീള, പ്രിൻസിപ്പൽ MD ഷീബ, ഹെഡ്മിസ്ട്രസ് M സന്ധ്യ, PTA പ്രസിഡന്റ് ഷൈബി വിൽസൺ, വൈസ് പ്രസിഡന്റ് സിറാജ്, സീനിയർ അസിസ്റ്റന്റ് P ഷീജ, സ്റ്റാഫ് സെക്രട്ടറി സുനീഷ് K തോമസ് എന്നിവർ സംസാരിച്ചു. സൂംബ ഡാൻസിന് അധ്യാപകരായ R അശ്വതി, CM ലിമി, VP അതിര, KS ചിത്ര എന്നിവർ നേതൃത്വം നൽകി. അഖില കേരള എഴുത്തച്ഛൻ സമാജം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശ സംരക്ഷണ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തലയെണ്ണി ജാതി സമുദായ സെൻസ്, സാമ്പത്തിക സർവേ എന്നിവ നടത്തി വിവരങ്ങൾ 6 മാസത്തിനകം പുറത്തുവിടുക, ധനിക സവർണ സംവരണമായ EWS റദ്ദ് ചെയ്യുക, അല്ലാത്തപക്ഷം പ്രാതിനിധ്യം തീരെയില്ലാത്ത എഴുത്തച്ഛൻ പോലെയുള്ള സമുദായങ്ങൾക്ക് നൽകുക, OEC സ്കോളർഷിപ്പിന്റെ വരുമാന പരിധി ഇല്ലാതാക്കുക, പ്രാതിനിധ്യ ജനാധിപത്യ സമ്പ്രദായം നടപ്പിലാക്കുക, കേന്ദ്രത്തിലെ 4 ജാതി, കേരളത്തിലെ 2 ജാതി ഒളിഗാർക്കി ഭരണരീതി അവസാനിപ്പിക്കുക, സമുദായത്തിന് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്
കേച്ചേരി സെന്ററിൽ നടന്ന പ്രക്ഷോഭം ശ്രീനാരായണ മാനവധർമ്മം സെക്രട്ടറി സുദേശ് എം രഘു ഉദ്ഘാടനം ചെയ്തു. എഴുത്തച്ഛൻ സമാജം ജില്ലാ പ്രസിഡന്റ് കെ ജയറാം അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി VA രവീന്ദ്രൻ, ജില്ലാ സെക്രട്ടറി ജയകൃഷ്ണൻ T മേപ്പിള്ളി, മറ്റു ഭാരവാഹികളായ EV സജീവൻ, K അരവിന്ദാക്ഷൻ, PS രാജൻ എന്നിവർ സംസാരിച്ചു. പെരുമണ്ണ്, എടക്കളത്തൂർ, ആളൂർ, കൈപ്പറമ്പ്, എയ്യാൽ, വെള്ളാറ്റഞ്ഞൂർ തുടങ്ങിയ കേച്ചേരി മേഖലയിലെ എഴുത്തച്ഛൻ സമാജം ശാഖകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. ഭരണസ്വാധീനം ഉപയോഗിച്ച് CPM എരുമപ്പെട്ടി പഞ്ചായത്തിൽ അഴിമതി നടത്തുകയാണെന്ന് ആരോപിച്ചും പഞ്ചായത്തിലും ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിലും CPM നടത്തിയ ക്രമക്കേടുകളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. അങ്ങാട് സെന്ററിൽ നടത്തിയ ഉപവാസ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷനായി. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി, മഹിളാ കോൺഗ്രസ് കടവലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ്, ജില്ലാ സെക്രട്ടറി KR രാധിക, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MK ജോസ്, വിനോദിനി മങ്ങാട്, NK കബീർ, MC ഐജു തുടങ്ങിയവർ സംസാരിച്ചു. അഴിമതികൾ ചൂണ്ടിക്കാട്ടിയതിനു മുൻപും സമരം നടത്തിയിരുന്നു കോൺഗ്രസ്. അന്നും ഇത്തരം കാര്യങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് വെച്ചതാ. അന്നൊന്നും നിങ്ങൾക്ക് ഈ സെക്രട്ടറിയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഈ സഹകരണ സംഘത്തിന്റെ നിയന്ത്രണം നിങ്ങൾക്ക് നടത്താൻ കഴിയില്ലെങ്കിൽ കുറഞ്ഞപക്ഷം അതിന്റെ സംവിധാനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ പ്രതിവിധി. അപ്പൊ അതിന് പോലും കേൾപ്പില്ലാത്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് പ്രിയപ്പെട്ട നാട്ടുകാർക്ക് മനസ്സിലായി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവക കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മെഴുകുതിരി കൈകളിലേന്തി പ്രതിഷേധ റാലിയും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടിക്ക് ഇടവക വികാരി റവറന്റ് ഫാദർ ഡേസൻ മുണ്ടോപ്പുറം, ഡീക്കൻ ആൻസൺ പന്നക്കത്തിൽ, സിസ്റ്റേഴ്സ്, കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളായ CO ആന്റണി, VJ സുനിൽ, ML സുനിൽ, കൈക്കാരന്മാരായ KG ബാബു, പെർജു B ചുങ്കത്ത്, VN ഇമ്മാനുവൽ, സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമവും പ്രതിഷേധ ജ്വാല തെളിയിക്കലും നടന്നു. മറ്റം സെന്ററിൽ നടന്ന പ്രതിഷേധ സംഗമം കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ NA നൌഷാദ്, ജെയ്സൺ ചാക്കോ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PV നിവാസ്, മണ്ഡലം സെക്രട്ടറിമാരായ PV ഷാജി, CA തോമസ്, ബിജു കാക്കശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. പ്രതിഷേധത്തിന്റെ ഭാഗമായി മറ്റം സെന്ററിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. YMCA ഗുരുവായൂരിലെ ഗാന്ധിസ്മൃതി മണ്ഡപത്തിന് സമീപം മെഴുകുതിരികൾ തെളിയിച്ച് പ്രതിഷേധിച്ചു. അന്യായമായാണ് കന്യാസ്ത്രീകളെ ജയിലിലിട്ടിരിക്കുന്നതെന്നും ഇത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണെന്നും YMCA ആരോപിച്ചു. തൃശൂർ സബ് റീജിയൻ ചെയർമാൻ MV ജോൺസൺ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ യൂണിറ്റ് പ്രസിഡന്റ് ബാബു M വർഗീസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജിഷോ S പുത്തൂർ, വൈസ് പ്രസിഡന്റ് CD ജോൺസൺ, തോംസൺ വാഴപ്പള്ളി എന്നിവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് മുണ്ടൂർ ഇടവകയിൽ വിശ്വാസ സമൂഹത്തിന്റെ പ്രതിഷേധ ധർണ നടത്തി. മെഴുകുതിരി പിടിച്ചു നടത്തിയ ധർണയിൽ ജോയ് കാനിരപ്പറമ്പിൽ, KF ബാബു, PP സൈമൺ, ബിജു ജോസ്, സാന്റ തരകൻ, ജോൺസൺ ജോൺ, ജേക്കബ് അറങ്ങാശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. 100ഓളം പേർ പങ്കെടുത്ത ധർണയിൽ OD തോമസ് സ്വാഗതവും ജെയിംസ് ആലപ്പാട്ട് നന്ദിയും പറഞ്ഞു. പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്തിലെ പബ്ലിക് ലൈബ്രറിയിൽ താൽക്കാലിക ജീവനക്കാരെയോ സ്ഥിരം ജീവനക്കാരെയോ നിയമിക്കണമെന്ന് പുന്നയൂർകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് റാഫി മാലിക്കുളം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. ജീവനക്കാർ ഇല്ലാത്തതിനാൽ ലൈബ്രറി പ്രവർത്തനം നിശ്ചലമായിരിക്കുകയാണ്. ലൈബ്രറിയൻ വിരമിച്ചതിനു ശേഷം പകര സംവിധാനം ഒരുക്കാത്തതിനാൽ വായനക്കാർക്ക് പുസ്തകങ്ങൾ കിട്ടുന്നില്ലെന്നും എത്രയും വേഗം ജീവനക്കാരെ നിയമിക്കണമെന്നും റാഫി മാലിക്കുളം പറഞ്ഞു. തൊഴിയൂർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചങ്ങാതിക്കൊരു തൈ പദ്ധതിക്ക് തുടക്കമായി. ഹരിത കേരള മിഷന്റെ ഒരു തൈ നടാം ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിദ്യാർത്ഥികൾ വൃക്ഷത്തൈകൾ പരസ്പരം കൈമാറി. പ്രധാനാധ്യാപിക ഇൻചാർജ് ബിനിത ടീച്ചർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം.
സ്വർണം ഗ്രാമിന് 9,220 രൂപ, പവന് 73,860 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് Malaya Gold and Diamonds, Malaya Junction, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 124 രൂപ. ചരമം. തലക്കോട്ടുകര പ്രഭാത് നഗറിൽ മമ്പറമ്പിൽ വീട്ടിൽ ശാന്ത നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വടൂക്കര SNDP പൊതുശ്മശാനത്തിൽ നടക്കും. പരേതനായ രവി ഭർത്താവാണ്. പ്രജിനി, പ്രജോഷ് എന്നിവർ മക്കളാണ്. ചൊവ്വലൂർ വർഗീസ് മകൻ ജോസഫ് നിര്യാതനായി. 61 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 5:30 എരനെല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിൻ ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ജോയ്സി ഭാര്യയാണ്. റിയ മരിയറ്റ്, റിംഗിൾ ജോസഫ്, റിനോൺ ആൻസ് എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.